कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरसार्धूला कर्तव्यं दैवमाह्निकम् ഓ ഗോഡ് യു അഗൈൻ വീണ്ടും നിങ്ങളോ? ഓക്കെ, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എവിടെയാണ്? ഇവിടെ ഗോസ്റ്റ് ഹൗസ്. ഇങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തൊരു കൊട്ടാരമുണ്ട് ഇവിടെ ഊട്ടിയിൽ. സോ ഇത് മോർണിംഗ് സമയം 7:30 ആവുന്നു. ഈ വെയിലൊക്കെ അടിക്കുന്നതെന്ന് വിചാരിക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല തണുപ്പുണ്ട് സീരിയസ്ലി. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഹലോ ഗൈസ്, ഞങ്ങൾ അവിടെ എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ മോർണിംഗ് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, സമയം 7:30 പറഞ്ഞല്ലോ. അവിടെ തുറക്കുമ്പോൾ 9 മണിയാവും. അതുവരെ ഞങ്ങൾ കുറച്ച് മോർണിംഗ് വാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇങ്ങനെ ഊട്ടി ടൗണിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കട പോലും തുറന്നിട്ടില്ല. രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബോട്ട് ഹൗസിൻ്റെ അടുത്തൂടെയാണ്. ബോട്ട് ഹൗസ് അതും തുറന്നിട്ടില്ല. ആകെ മൊത്തത്തിൽ അടിപൊളിയാണിന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ വെറുതെ നടക്കാമെന്ന് വിചാരിക്കുന്നു, മോർണിംഗ് വാക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളങ്ങനെ നടന്ന് നീങ്ങവേ വീണ്ടും ഒരു ഇഡ്ഡലിക്കടയിൽ കയറിയിരിക്കുന്നു. അയ്യോ ക്ഷമിക്കും, ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിരിക്കുന്നു. ഇഡ്ഡലി കഴിക്കാൻ സുടുസുടാ ഇഡ്ഡലി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പക്ഷേ സാമ്പാർ മാത്രമേ നല്ല ചൂടുള്ളൂ, നല്ല തണുത്ത ഇഡ്ഡലി. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇനി കഴിച്ചിട്ട് ശരിക്കും അവിടെ എത്തിയിട്ട് എന്തായാലും കാണാം. ഓക്കെ, നിങ്ങളെന്താ ഇങ്ങനെ നടന്നിട്ട് എത്തുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? സത്യം പറയാലോ, ഇന്നത് എത്താൻ പോകുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി, മണ്ടത്തരം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളിങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഇത്രയും നേരം ഓപ്പണിംഗ് സൂൺ 9 AM എന്നായിരുന്നു. പക്ഷെ മാപ്പ് ഞങ്ങളെ പറ്റിച്ചു. അമ്മച്ചി എന്താ പറഞ്ഞതെന്നറിയോ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാത്രി 9 മണിക്ക് തുറക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ നേരെ ബോട്ട് ഹൗസിലേക്ക് പോകുന്നു ബോട്ട് ചവിട്ടാൻ. ഇനി ശരിക്കും ആ ബോട്ട് ചവിട്ടിയിട്ടേ നിങ്ങൾ നമ്മളെ കാണും, അത്രയേ ഉള്ളൂ. യെസ്, we are in the boat house. അയ്യോ നല്ല വെയിലായി. ഇത് കാണിച്ചു തന്നെ തുടങ്ങണം. സെൽഫി പ്രൊഹിബിറ്റഡ് ആണെന്നല്ലേ? കാണിച്ചു തരാം മക്കളെ. അതാ അവിടുന്ന് ടോയ് ട്രെയിൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? നോക്കൂ, ഞങ്ങളിപ്പോൾ ഊട്ടി ലേക്കിലാണുള്ളത്. അതാണ്ട് നമ്മൾ ഇന്നലെ വന്ന ടോയ് ട്രെയിൻ. ഈ പ്രതിഭാസം നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? തന്നെ കറങ്ങുന്നു. ഈ നട്ടപ്പുറ വെയിലത്ത് ഇവിടെ കിടന്ന് ബോട്ട് ചവിട്ടുന്നു. എങ്ങനെയുണ്ട്? നട്ടപ്പുറ വെയിലത്തുള്ള പരിപാടികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ. ഇതാണ് ഭൂമി. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്. ഏതാണ് ആർക്കറിയാം, അതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ബോട്ടിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്ക് ആയിരിക്കും. ഓക്കെ, ഇനി അവിടെ ചെന്നിരിക്കാം. ഇതൊന്ന് ഇൻഡോർ ഗെയിംസ് വെച്ചിട്ടുണ്ട്. ടി ക്യാരം, ചെസ്, ഇതെല്ലാം. മഴ വന്നാല് അവർക്ക് ടൈം പാസ് ചെയ്യാന്ന് ഇതിന്റെ ഉള്ളിലാണ്. ഗോൾഫ് കോഴ്സ് ഉദഗമൻ ജിംഖാന ക്ലബ് ലെഫ്റ്റ് സൈഡില്. ഞാൻ ഇവിടെ നിർത്താം. ഇവിടെ വന്നിട്ട് മെയിൻ ഷൂട്ടിംഗ് പ്ലേസ് ഫുള്ള് മുമ്പ് ഇവിടെയായിരുന്നു ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. സാന്ത്വനം, മഞ്ഞിൽ ഉരിഞ്ഞ പൂക്കൾ, പതാകവ, മേനെ പ്യാർ ക്യാ, സഡാക്, സാജൻ, രാജ ഹിന്ദുസ്ഥാനി, ഖായമത്ത്, ദീവാന, ബർസാത്ത്, അങ്ങനെ കുറെ മൂവി എടുത്തിരുന്നു. ഹാഫ് സൈഡിങ് പോവാണെങ്കിൽ പോവാം. ഇതൊരു പോയിന്റാണ്. ഇതൊന്ന് യൂക്കലിപ്റ്റസ് ഫോറസ്റ്റ് എന്നാ പറയാം. അക്ഷയണ്ണ മാസ്. അക്ഷയണ്ണ ഒരേ മാസ്. ഫോറസ്റ്റിന്റെ പേര് സൈപ്രസ് ഫോറസ്റ്റ്. ഇവിടെ പൂജയ്ക്കുമ്പോ സാമ്പ്രാണിയൊക്കെ ഇടുന്നല്ലോ, കുന്തിരിക്കും, അതൊക്കെ എടുക്കുന്നത് ഈ മരത്തിനാ. ഇത് കൂടുതൽ കാശ്മീരിലുണ്ടാവുക. തണുപ്പ് അധികമുള്ള സ്ഥലത്താണ് ഈ മരം ഉണ്ടാവുക. ഇത് ചെറുതായിട്ടുണ്ടാകുമ്പോ ഇതിന്റെ ഫറിനൊക്കെ നമ്മള് പിന്നെ VIP മാർക്ക് ബൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫറിന് വെക്കുന്നില്ല, അതൊക്കെ ഇതാണ്. കുറച്ച് വലുതാവുമ്പോ ക്രിസ്മസ് ട്രീ ടൈപ്പിലുണ്ടാവും. ക്രിസ്മസ് ടൈമിൽ ഇതൊക്കെ മുറിച്ച് കൊണ്ടുപോയി ഷോക്കൊക്കെ റെഡിയാക്കി വെക്കും.
ബാക്കിയുള്ള സമയത്ത് ഇത് സേഫ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഫുള്ളും ഫയർ ഔട്ട് ആണ്. ലൈറ്റ് വെയിറ്റ് ഔട്ട്. ഇതിലൊന്ന് പിന്നെ ഫർണിച്ചർ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഓ ലൈറ്റ് ഔട്ട് ആണ്. ഓക്കെ. സൈപ്രസ്. ഇതൊന്ന് സൈപ്രസ് ഫോറസ്റ്റ്. സൈപ്രസ് ഫോറസ്റ്റ്. ഇത് കഴിഞ്ഞിട്ടാണ് പൈൻ ഫോറസ്റ്റ്. ഓ ഓക്കെ. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. നടന്ന് 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 നീങ്ങുന്നു. ഊട്ടി പൈൻ ഫോറസ്റ്റ് വനാന്തരങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്നു ഗൈസ്. എന്തായാലും നല്ലൊരു ക്ലൈമറ്റ് ആണ്, അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലൈമറ്റ് ഉണ്ട്, അടിപൊളിയാണ്. വാവ്. അങ്ങനെ പൈൻ ഫോറസ്റ്റിനോട് വിട പറഞ്ഞ് നമ്മൾ യാത്രയാവുകയാണ്. അപ്പം ഇനി ഇത് മുഴുവൻ തിരിച്ചു കയറണം കേസ്. അയ്യോ വയ്യ, ഇറങ്ങുന്ന പോലെ അത്ര എളുപ്പമല്ല. അയ്യോ ഇത് ഇറങ്ങുന്ന പോലെ അത്ര ഈസി അല്ല. കയറാൻ കുറച്ച് പണിയുണ്ട്. അപ്പം കയറട്ടെ, കയറി മുകളിലെത്തിയിട്ട് നിർത്താം. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ഊട്ടി ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് ഒരു വെയിലത്ത് നടക്കുന്നത് ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല. ആ ബ്ലൂ സ്കൈ നിങ്ങൾ നോക്കൂ, ബാക്കിലുള്ളത് സംഗതി. ഈ പൊരിവേലത്ത് നടക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. നോക്കണം. ലെജൻസിന് വേണ്ടിയിട്ടാണ്. മുല്ലപ്പൂ പോലത്തെ എൻ്റെ ചുണ്ട് അയല വറുത്തതുപോലെ ആയി. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാലും ഭയങ്കര തണുപ്പൊന്നുമില്ല, ഓക്കെയാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും ഒരു ഇറിറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് ഹോട്ടൽ ദർശനോട് വിട പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ മറന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ്.